നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബാക്കി വന്ന നൂൽപുട്ടും അതുപോലെ തന്നെ ഈ എഗ്ഗും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ്. നമ്മൾ രാവിലെ ഇപ്പോൾ നൂൽപുട്ട് എന്ന് വെച്ചാൽ ഞങ്ങൾ നൂൽപുട്ട് എന്നാണ് പറയാറ്, ഇടിയപ്പം അതാണ്. നൂൽപുട്ട് ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാലൻസ് വരൂലേ, അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് സവാള എടുക്കുക, പിന്നെ ഒരു പച്ചമുളക്, ഒരു പാത്രം വെച്ച് അത് ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് ഈ സവാളയും പച്ചമുളകും നന്നായിട്ട് വഴറ്റുക. ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം അതിലോട്ട് ഒരു ചെറിയ തക്കാളി, നല്ല പഴുത്ത തക്കാളിയും കൂടി ചേർത്ത് നന്നായി വഴറ്റുക. എന്നിട്ട് അത് നന്നായി വഴണ്ട് ബ്രൗൺ നിറമാകുമ്പോൾ അതിലോട്ട് പൊടികൾ ആഡ് ചെയ്യാം. കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റുക. എനിക്കിപ്പോൾ 3 നൂൽപുട്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ ബാലൻസ് വന്നിട്ടുണ്ടായത്. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് 2 എഗ്ഗാണ്. 3 നൂൽപുട്ടിന് 2 എഗ്ഗ് മതി. അപ്പോൾ നിങ്ങളിൽ എത്രയാണോ വരുന്ന ബാലൻസ് അതിനനുസരിച്ചിട്ട് എഗ്ഗ് എടുക്കുക. എനിക്ക് 3 നൂൽപുട്ടായതുകൊണ്ട് ഞാൻ 2 എഗ്ഗ് എടുത്തിട്ട് ഈ സമയത്ത് നന്നായി ആ പൊടികളൊക്കെ ചേർത്ത്, പൊടികൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ ചേർക്കണം. അതിന് ശേഷം നന്നായിട്ട് ഈ എഗ്ഗും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഈ കൊത്ത് എഗ്ഗ് ഉണ്ടാക്കില്ല, അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള ഇടിയപ്പം നന്നായിട്ട് കൈ വെച്ച് ഇതുപോലെ നന്നായി പൊടിക്കുക. എന്നിട്ട് ആ എഗ്ഗും ഇതും കൂടി ഉണ്ടാക്കിയ മിക്സിലോട്ട് ഈ പൊടിച്ച ഇടിയപ്പം ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മളെ കൊത്തു പൊറോട്ടയൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലെ നന്നായിട്ട് ഈ തവി വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ കുത്തി നല്ല പൊടി പോലെ ആക്കിയെടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിടിയപ്പൊക്കെ ബാലൻസ് വരികയാണെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ വേഗം കഴിക്കും. ഇതാണ് നമ്മളെ നൂൽപുട്ട് എഗ്ഗ് മിക്സ്.